الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज भी गुज़श्ता खुतबे का मज़मून ही जारी रहेगा. ഇന്നും पहले जो बातें हुई കഴിഞ്ഞ ഖുതുബയിലെ വിഷയം തന്നെ തുടരുന്നതാണ്. या उनके മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണം അല്ലെങ്കിൽ അതിന്റെ कोशिश के मजीद रास्ते क्या हैं. പ്രാപ്തിക്കായി ശ്രമിക്കാനുള്ള കൂടുതൽ വഴികൾ എന്തൊക്കെയാണെന്ന്, രീതി എന്താണ്, ഇത് മുഖേന നമുക്ക് ജമാഅത്തിലെ ഒരു വലിയ വിഭാഗത്തിൽ മികവുണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇത് സംബന്ധമായി ഇന്ന് ചിലത് പറയുന്നതായിരിക്കും. കഴിഞ്ഞ 2 ഖുതുബകളിൽ ഇക്കാര്യം സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. തന്നിമിത്തം കർമ്മപരമായ പരിഷ്കരണത്തിന് 3 കാര്യങ്ങൾ ഉണ്ടായാൽ കർമ്മപരമായ പരിഷ്കരണം ദ്രുതഗതിയിലും ഉത്തമമായ രീതിയിലും നടക്കുന്നതാണ്. അതായത് ഇച്ഛാശക്തിയുണ്ടാവുക, ദീനിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് വിശ്വാസത്തിൽ ദൃഢത കൈവരുത്തുകയാണ്. രണ്ടാമത്തേത് വൈജ്ഞാനികമായ കുറവ് പരിഹരിക്കുക. മൂന്നാമത്തേത് കർമ്മശേഷിയിലുള്ള ബലഹീനത അകറ്റുക. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ മറ്റു ചില വശങ്ങൾ വിവരിക്കുന്നതായിരിക്കും. ഹസ്രത്ത് മുസ്ലിമോദ് ഇത് സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. എന്നാൽ ഇത് സംബന്ധമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉപദേശിക്കാൻ അവസരം കിട്ടുന്ന നമ്മുടെ മുറബ്ബിമാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഭാരവാഹികൾ, നമ്മുടെ അമീർമാർ, അവർ ഇത് തങ്ങളുടെ ദൃഷ്ടിയിൽ വെക്കേണ്ടതാണ്. ഇതവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഈ ഭാരവാഹികളിൽ ശാഖാ സംഘടനയുടെ ഭാരവാഹികളും ഉൾപ്പെടുന്നു. തദ്വാര ജമാഅത്ത് അംഗങ്ങളുടെ കർമ്മപരമായ പരിഷ്കരണത്തിൽ പൂർണ്ണമായി തങ്ങളുടെ ഭാഗധേയം നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഇത് സംബന്ധമായി സമയാസമയങ്ങളിൽ ചില കാര്യങ്ങൾ ഞാൻ ജമാഅത്തിന് മുന്നിൽ വെക്കാറുണ്ട്. ഇപ്പോൾ MTA അനുഗ്രഹഫലമായി ജമാഅത്ത് അംഗങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവർ MTA മുഖേന ബന്ധപ്പെടുമ്പോൾ എന്റെ കാര്യങ്ങൾ കേൾക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതവരിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം വലിയ സംഖ്യയിൽ ജനങ്ങളിൽ അത് സ്വാധീനം ചെലുത്തുന്നു. അതിനാൽ മുറബിമാരും അമീർമാരും ഭാരവാഹികളും ഈ സന്ദേശവും ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രോഗ്രാമുകളും നിരന്തരം ജമാഅത്ത് അംഗങ്ങളിലെത്തും വിധം തങ്ങളുടെ പരിപാടികൾ ചിട്ടപ്പെടുത്തേണ്ടതാണ്. തദ്വാര ഓരോ അഹമ്മദിയുടെ മസ്തിഷ്കത്തിലും അവരുടെ പ്രവർത്തന മണ്ഡലം പ്രകടവും സുദൃഢവുമായി തീരുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ടവരെല്ലാവരും ഇത് തങ്ങളുടെ ദൃഷ്ടിയിൽ വെക്കേണ്ടതാണ്. പരിഷ്കരണത്തിനുള്ള ഉപാധികളിൽ പ്രഥമ ഭാഗം വിവരിക്കപ്പെട്ടതുപോലെ ഇച്ഛാശക്തിയുടെ ദൃഢതയാണ്. അല്ലെങ്കിൽ മറ്റു വാക്കുകളിൽ ഈമാനാകുന്നു. ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനായി പ്രവാചകന്മാർ ലോകത്ത് വരുന്നു.
ആ പ്രവാചകന്മാർ നവീനവും സജീവവുമായ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു അരുൾ ചെയ്യുന്നു, നമ്മുടെ ജമാഅത്തിന്റെ പക്കൽ അള്ളാഹുവിന്റെ നവങ്ങളായ ദൃഷ്ടാന്തങ്ങളുടെ ഒരു വലിയ ശേഖരമാണുള്ളത്. ഇത്രയും സാധനമോ അല്ലെങ്കിൽ ഇതിന്റെ അടുത്തത്തക്കവണ്ണം സാധനങ്ങളോ മറ്റാരുടെയും പക്കലില്ല. മനുഷ്യ ഹൃദയത്തെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും എപ്പോഴും ശുദ്ധമാക്കി വെക്കുന്ന ദൈവത്തിന്റെ നവങ്ങളായ ഭാഷണങ്ങളും ദൈവജ്ഞാനത്താൽ പൂരിതമാകുന്ന അവന്റെ സജീവമായ ദൃഷ്ടാന്തങ്ങളും അവന്റെ അസ്തിത്വം ദൃശ്യമാക്കുന്ന അടയാളങ്ങളും എല്ലാം ഇസ്ലാമിനു പുറത്ത് ഒരു മതത്തിന്റെ പക്കലുമില്ല. ഈ വിശ്വാസമുണ്ടായിട്ടും നവങ്ങളായ ഈ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ ജമാഅത്തിലുള്ളവരുടെ കർമ്മങ്ങളിൽ ബലഹീനതയുണ്ടാവുന്നു? ഇത് സംബന്ധമായി ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കാരണം ജമാഅത്തിലെ പണ്ഡിതന്മാർ, മുറബ്ബിമാർ, ഉപദേശകർ ഇത് എത്തിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നതാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം ഇന്നേക്ക് 75-76 വർഷങ്ങൾക്ക് മുമ്പ് ശരിയായിരുന്നതുപോലെ ഇന്നും ശരി തന്നെയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. മസീഹുൽ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ നിന്നും നാം ദൂരപ്പെട്ടു പോകുന്നതനുസരിച്ച് നമുക്കിക്കാര്യത്തിൽ പൂർണമായ ആസൂത്രണത്തോടുകൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങീ പറഞ്ഞത് ഇന്നും ശ്രദ്ധാർഹമാണ്. ഈസാ നബിയുടെ മരണത്തെക്കുറിച്ച് വളരെ ശക്തമായി പ്രസംഗിക്കുകയും ആക്ഷേപങ്ങൾക്ക് തെളിവുകൾക്കുമേൽ തെളിവുകൾ നിരത്തുകയും ആക്ഷേപകരുടെ പൂർവ്വ മഹാത്മാക്കളുടെ കഥകൾ ആക്ഷേപകർക്കു മുന്നിൽ നിരത്തി അവരുടെ വായടക്കുകയും ചെയ്യുന്നു. എന്നാൽ ജമാഅത്തങ്ങളുടെ മുന്നിൽ ജമാഅത്തിന്റെ ശരിയായ അധ്യാപനം സമർപ്പിക്കാനുള്ള ശ്രമം ഇത്ര കണ്ടുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. തൽഫലമായി ഈസാ നബിയുടെ മരണത്തിനുള്ള തെളിവുകൾ അറിയുന്ന അല്ലെങ്കിൽ മൗലവിമാരുടെ ആക്ഷേപങ്ങൾക്ക് വായടപ്പൻ മറുപടി നൽകാൻ കഴിവുള്ളവർ ജമാഅത്തിൽ കാണാൻ കഴിയുന്നതാണ്. ചില ചാനലിലും അല്ലെങ്കിൽ ഇന്റർനെറ്റിലും മൗലവിമാരുടെ ആക്ഷേപങ്ങൾക്ക് വളരെ നല്ലതും ഉത്തമവുമായ മറുപടി ഒരു സാധാരണ അഹമ്മദി പോലും നൽകാറുള്ളത് ഇവിടെയും നിങ്ങൾ കണ്ടുകാണും. എനിക്കും ചിലർ ടിവിയിൽ നടന്ന തങ്ങളുടെ ചർച്ചയുടെ റിപ്പോർട്ട് നൽകാറുണ്ട്. തങ്ങളുടെ മറുപടിയും എഴുതാറുണ്ട്. അവരുടെ മറുപടികളിൽ അധികവും നല്ലതും വൈജ്ഞാനികവുമായിരിക്കും. ഈ അടിസ്ഥാനത്തിൽ നാം ആയുധസജ്ജരാണ്. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാം അള്ളാഹുവിനെ നമ്മുടെ മുന്നിൽ എങ്ങനെയാണ് സമർപ്പിച്ചതെന്നും അങ്ങ് ദൈവജ്ഞാനവും സ്നേഹവും കരഗതമാകാനുള്ള എന്ത് മാർഗമാണ് പറഞ്ഞു തന്നത്, അവന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ അങ്ങ് ഏതെല്ലാം വാക്കുകളിലൂടെയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ നവീനമായ ഭാഷണങ്ങളും അവന്റെ മൂജിസത്തുകളും അടയാളങ്ങളും അങ്ങയിൽ എപ്രകാരമാണ് പ്രകടമായത് എന്നറിയുന്ന വളരെ കുറച്ചുപേരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇക്കാരണത്താൽ ചിലപ്പോൾ ഒരാൾ ഈസാ നബിയുടെ മരണത്തിൽ വിശ്വസിക്കുന്നു, അതിനുള്ള തെളിവുകളും അറിയുന്നു, മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് അഹമ്മദിയത്തും കിട്ടിക്കാണും. എന്നാൽ ഇക്കാര്യങ്ങളെ അറിഞ്ഞിട്ടുകൂടി, അതായത് ഒരു ഭാഗത്ത് ഇതെല്ലാം അറിയുകയും മറുഭാഗത്ത്
ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അറിയാത്ത കാരണത്താൽ വിശ്വാസപരമായ ബലഹീനത ഉണ്ടാവുന്നു. इन बातों का इल्म ना होने की वजह से ईमानी कमजोरी पैदा हो ദൈവജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ നവങ്ങളായ ഭാഷണങ്ങളും അടയാളങ്ങളും कि मौजूद निशानात അല്ലെങ്കിൽ അവന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ ഇവയെക്കുറിച്ചുള്ള അറിവില്ലാത്ത കാരണത്താൽ വിശ്വാസപരമായ ബലഹീനതയുണ്ടാവുന്നു. ഈമാൻ ചാഞ്ചാടാൻ തുടങ്ങുന്നു. കർമ്മപരമായ ബലഹീനത ഉടലെടുക്കുന്നു. നിസ്സംശയം ഈസാ നബിയുടെ മരണത്തിന്റെ കാര്യത്തിൽ ഒരാൾ ഉറച്ചയാളായിരിക്കും. എന്നാൽ ഈ കാര്യം അറിഞ്ഞതുകൊണ്ട് അവരുടെ കർമ്മപരമായ പരിഷ്കരണം നടക്കുകയില്ല. ആയതിനാൽ इस पहलू से जमात में ഈ ഭാഗത്ത് ജമാഅത്തിൽ ചില ബലഹീനതകൾ കണ്ടുവരുന്നു. इस तरफ हमारी जमात के उलमा ഇത് ഏതുവരെ ഈ ഭാഗത്തേക്ക് ജമാഅത്തിനു മുന്നിൽ തങ്ങളുടെ മാതൃക കാട്ടാനും പരിഷ്കരണം നടത്താനുമുള്ള ചുമതലയേൽപ്പിക്കപ്പെട്ട നമ്മുടെ ജമാഅത്തിലെ പണ്ഡിതന്മാരും മുറബിമാരും അമീർമാരും ഭാരവാഹികളുമെല്ലാം ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല. ഹസ്രത്ത് മസീമുൽ ഇസ്ലാമിന്റെ ആഗമനോദ്ദേശ്യത്തോട് ബന്ധിപ്പിക്കേണ്ട വിധം ജമാഅത്തിലെ ഓരോ വ്യക്തിയെയും ബന്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ട വിധം ശ്രമിക്കുന്നില്ല. അതിനാൽ ഇച്ഛാശക്തിയുടെ ബലഹീനത കാരണം തങ്ങളുടെ പരിഷ്കരണം നടത്താൻ കഴിയാത്ത ജമാഅത്തിലെ ഒരു വിഭാഗം ജമാഅത്തിൽ അധികമായി നിലനിൽക്കുന്നതാണ്. നമ്മിൽ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ടെന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. रमजान में एक महीना नहीं റമദാനിൽ ഒരു മാസമല്ല, इत्काफ बैठकर അല്ലെങ്കിൽ ഒരിക്കൽ ഈത്തിക്കാഫിരുന്ന് പിന്നീട് വർഷം മുഴുവനും അല്ലെങ്കിൽ വർഷങ്ങളോളം ഇത് പറഞ്ഞു നടന്നുകൊണ്ടല്ല, शौक और लगन को अपने ऊपर लागू മറിച്ച് ताकि अल्लाह ദൈവസാമീപ്യം സ്ഥായിയായി ലഭ്യമാകാൻ സ്ഥിരചിത്തയോടുകൂടി ഈ താൽപര്യവും ആവേശവും തങ്ങളിൽ സന്നിവേശിപ്പിക്കുക. जिनसे अल्लाह ताला നമ്മളിൽ എത്ര പേരോട് അള്ളാഹു സ്നേഹത്തോടുകൂടി വർത്തിച്ചുകൊണ്ട് ദുആ സ്വീകാര്യതയുടെ അടയാളം കാണിക്കുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. ഹസ്രത്ത് മസീമുൽ ഇസ്ലാമിനെ വിശ്വസിച്ചുകൊണ്ട് ഈ നിലവാരം നേടിയെടുക്കുക അല്ലെങ്കിൽ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നത് ഓരോ അഹമ്മദിയുടെയും ഉത്തരവാദിത്വമാണ്. ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിന്റെ ഈയൊരു വിപ്ലവമാണ് ഹസ്രത്ത് മസീഹുൽ ഇസ്ലാം ഉണ്ടാക്കാനായി വന്നത്. ഹസ്രത്ത് മസീമുൽ ഇസ്ലാമിന്റെ സ്ഥാനം യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞാൽ അങ്ങയുടെ നിയോഗോദ്ദേശ്യം പൂർത്തിയാക്കാനുള്ള ഒരു തുടിപ്പ് എല്ലാവരിലും ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു ഹസ്രത്ത് മസീമുൽ ഇസ്ലാമിന്റെ കരങ്ങളാൽ എത്ര മഹത്തരങ്ങളായ ദൃഷ്ടാന്തങ്ങളാണ് കാണിച്ചിട്ടുള്ളതെന്നും അങ്ങയെ വിശ്വസിച്ചവരിൽ ധാരാളം പേരെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് കനിയുകയും ചെയ്തിരിക്കുന്നുവെന്നും നമുക്കറിയാൻ കഴിഞ്ഞാൽ നമ്മിൽ ഓരോരുത്തരും ഈ സ്ഥാനം കരഗതമാക്കാൻ ആഗ്രഹിക്കുന്നതാണ്, അതിനായി ശ്രമിക്കുന്നതാണ്. അങ്ങനെ അവരിലൂടെയും ദൃഷ്ടാന്തങ്ങൾ പ്രകടമാവുകയും അവരും അത് ദർശിക്കുകയും ചെയ്യുന്നതാണ്. ദൈവസാമീപ്യം കരഗതമാകുന്നതിന് ഒരു പ്രത്യേക ആവേശം ജനിപ്പിക്കും വിധം ഇച്ഛാശക്തി ഉണ്ടായിത്തീരുന്ന തരത്തിൽ വിശ്വാസശക്തിയിൽ ഒരു തെളിച്ചമുണ്ടാകുന്നു. इस जमाने में निशानात जिनका इजहार ഹസ്രത്ത് മസീമുൽ ഇസ്ലാമിന്റെ चला आ रहा है ഇക്കാലത്തുള്ള ദൃഷ്ടാന്തങ്ങൾ हमारे दिलों में ഇപ്പോഴും അള്ളാഹു അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഹൃദയങ്ങളെ തട്ടിയുണർത്തേണ്ടതായി തീരേണ്ടതാണ്. നാമും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കി आप अलैहिस्सलाम और നമ്മുടെയും അങ്ങയുടെയും യജമാനരായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്തുകൊണ്ട് അങ്ങയുടെ എല്ലാ മാതൃകയും തങ്ങളിൽ നടപ്പിൽ വരുത്തിക്കൊണ്ട് അള്ളാഹു നമ്മോട് ഒരു പ്രത്യേക സ്നേഹപ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടേണ്ടതാണ്. हम दुनियावी चीजों में तो
ഭൗതിക കാര്യങ്ങളിൽ നാം മറ്റുള്ളവരെ അനുകരിക്കുന്നു. ആരുടെയെങ്കിലും നല്ല സാധനം കണ്ട് അത് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ശ്രമിക്കുന്നു. അതിനുവേണ്ടി പല രീതികളും അവലംബിക്കുന്നു. ഇക്കാര്യത്തിൽ ഓരോരുത്തരും തങ്ങളുടെ ചിന്തകൾക്കും കഴിവുകൾക്കുമനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ആരുടെയെങ്കിലും ഭംഗിയുള്ള വസ്ത്രം അണിഞ്ഞത് കാണുമ്പോൾ അവർക്കും അതുപോലുള്ളത് ലഭിക്കണമെന്നും ഉണ്ടാവണമെന്നും ആഗ്രഹമുണ്ടാവുന്നു. മറ്റു ചിലത് കണ്ടാൽ അതിന്റെയും ആഗ്രഹം ഉടലെടുക്കുന്നു. अब तो टीवी ने दुनिया के को एक दूसरे के इतना करीब कर दिया है। ഇപ്പോൾ ടി വി ലോകത്തെ പരസ്പരം വളരെ അടുത്തെത്തിച്ചത് കാരണം गरीब अफराद भी മധ്യവർഗക്കാർ മാത്രമല്ല, कि मेरे पास जिंदगी ദരിദ്രർ പോലും ഞങ്ങളുടെ പക്കലും ജീവിതത്തിന്റെ ഇന്ന ഇന്ന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന टीवी भी ആഗ്രഹം ജനിപ്പിച്ചിരിക്കുന്നു. और फ्रिज भी हो मेरे पास ടി വി ഉണ്ടാകണമെന്നും पास भी है, वो भी तो मेरे जैसे ഫ്രിഡ്ജ് ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ फलां को അവരുടെ പക്കലുണ്ട്. അവരും എന്നെ പോലെയല്ലേ. उससे किसी अजीज ഇന്നയാൾക്ക് तोहफतन ले അല്ലെങ്കിൽ സെയ്ദിന് ഇന്ന സാധനം तो ഇന്നയാൾ സമ്മാനമായി നൽകിയതാണ്. ആയതിനാൽ എനിക്ക് ഇക്കാര്യത്തിൽ लालच नहीं करना। ദുരാഗ്രഹം കാണിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നില്ല. फौरन ये होता है कि कर्ज की कोशिश होती है कि जैद के पास ये चीज है तो मेरे पास, ഉടനെ കടം വാങ്ങാൻ ശ്രമിക്കുന്നു. और फिर कर्ज की कोशिश സെയ്ദിന് ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പക്കലും ഉണ്ടാവണം. പിന്നീട് കടത്തിന് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ചിലർക്ക് ചിലയിടങ്ങളിൽ ഇതിനായി സഹായത്തിനുള്ള അപേക്ഷ നൽകുന്ന ശീലവുമുണ്ടായിരിക്കുന്നു. जरूरतमंद की നിസ്സംശയം ജമാഅത്ത് അതിന്റെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് दरखास्त ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷ നൽകുന്നവർ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ, ഇന്ത്യ അല്ലെങ്കിൽ മറ്റു ചില ദരിദ്ര രാഷ്ട്രങ്ങളിലുള്ളവർ, ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രം അപേക്ഷ നൽകേണ്ടതാണ്. എന്നാൽ തങ്ങളുടെ ആത്മാഭിമാനവും കാത്തുസൂക്ഷിക്കേണ്ടതാണ്. അതേപ്രകാരം അല്പം സാമ്പത്തിക നില മെച്ചപ്പെട്ടവരും മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അവരും ചില വസ്തുക്കൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അനുകരിക്കുന്നു. എവിടെയെങ്കിലും പുതിയ തരത്തിലുള്ള സോഫ കണ്ടാൽ അത് വാങ്ങാനുള്ള ആഗ്രഹം, പുതിയ മോഡൽ ടി വി കണ്ടാൽ അത് വാങ്ങാനുള്ള ആഗ്രഹം, അതേപ്രകാരം മറ്റു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കണ്ടാൽ അത് വാങ്ങാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ കടം വാങ്ങിയും കാറുകൾ വാങ്ങുന്നു. ഇപ്പോൾ ലോകത്തുള്ള സാമ്പത്തിക മാന്ദ്യത്തിനുള്ള ഒരു വലിയ കാരണം ഇത്തരം സൗകര്യങ്ങൾക്കായി ബാങ്കുകൾ പലിശക്കു നൽകിയ കടമാണെന്നും ഞാൻ സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. പലിശ ഒരു വലിയ ശാപമാണ്. സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതവരെ എവിടെ കൊണ്ടു ചെന്നെത്തിക്കുമെന്ന് നോക്കുന്നില്ല. ഇത്തരം ക്രയങ്ങളും പലിശയ്ക്ക് കടമെടുക്കലും കാരണമായാണ് പലരും തുലഞ്ഞുപോയത്. അനുകരണത്തിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ജനങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ അനുകരിക്കുന്നു. അത് നേടിയെടുക്കാനായി ഒന്നുകിൽ ആത്മാഭിമാനം പണയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ തുലഞ്ഞ് തങ്ങളുടെ സ്വത്തുക്കൾ കളഞ്ഞുകുളിക്കുന്നു. അതായത് ഭൗതിക കാര്യങ്ങളെ അനുകരിക്കുന്നതിൽ നേട്ടം കുറവും നഷ്ടം കൂടുതലുമാണ്. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ അനുകരണം, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇക്കാലത്ത് നമ്മുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള മാതൃക പോലെ ആയിത്തീരാനുള്ള ശ്രമം നമ്മിൽ പലരും ദൈവസാമീപ്യത്തിന്റെ മാതൃക കാട്ടിയ സഹാബാക്കളെയും കണ്ടിട്ടുള്ളതാണ്. അവരെ അനുകരിക്കാൻ നാം ശ്രമിക്കുന്നില്ല. ഇവിടെ നഷ്ടത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല, മറിച്ച് ലാഭം മാത്രമേ ഉള്ളൂ. ഒരു മാനദണ്ഡം കൊണ്ടും അളന്നു നോക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നേട്ടം. എന്തുകൊണ്ടാണ് നന്മയിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ള അനുകരണത്തിന് നാം ആരും ശ്രമിക്കാത്തത്?
ഒന്നുകിൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകപ്പെടുന്നില്ല, इसकी वजह से एहसास पैदा नहीं ഇക്കാര്യത്തിൽ വേണ്ട होता। इतना थोड़ा इल्म അവബോധമുണ്ടാകുന്നില്ല, अरसे बाद दिया जाता അല്ലെങ്കിൽ പരിമിതമായ അറിവും, है कि खुदा അല്ലെങ്കിൽ अपने ताज़ा ഇന്നും അള്ളാഹു തന്റെ നവങ്ങളായ അടയാളങ്ങൾ മറന്നുപോകും വിധം കാലതാമസത്തോടെ നൽകപ്പെടുന്നു. जबकि दुनियावी चीजों के लिए തൽഫലമായി ഇക്കാര്യത്തിലേക്ക് ഇല്ലാത്തതിന് സമാനമായ ശ്രദ്ധയെ നമുക്കുണ്ടാവുന്നുള്ളൂ. എന്നാൽ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി വന്നും പോയും നിൽക്കുമ്പോൾ ടിവിയിലും പത്രങ്ങളിലും 10 തവണയെങ്കിലും പരസ്യങ്ങൾ കാണുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ഈ വസ്തു വാങ്ങും, അല്ലെങ്കിൽ നേടണം എന്ന വിചാരം മനസ്സിൽ കുടിയിരുത്തുന്നു. ശേഷിയില്ലെങ്കിൽ ഇന്ന സാധനത്തിന്റെ ആവശ്യമെന്തിരിക്കുന്നു എന്ന് ഉപദേശിക്കുകയും പറയുകയുമൊക്കെ ചെയ്താൽ വികാര വിചാരങ്ങൾ പാപങ്ങൾക്കുമുണ്ടാവില്ലേ? हमारे बच्चों के जज्बात नहीं ഞങ്ങൾക്കും വികാരങ്ങളില്ലേ? कि हमारे पास ये चीज हो, ഞങ്ങളുടെ പക്കൽ ये जज्बात ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് ഞങ്ങളുടെ മക്കൾക്കും ആഗ്രഹമുണ്ടാവില്ലേ എന്ന് പൊടുന്നനെ മറുപടി ലഭിക്കുന്നതാണ്. ये ख्वाहिश पैदा हो, എന്നാൽ ഇൽഹാമുകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ काम करे, ഞങ്ങൾക്കു വേണ്ടിയും ദൈവം ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തണമെന്നും ഞങ്ങളോടും സംസാരിക്കണമെന്നും സ്നേഹത്താൽ ഞങ്ങളെ കടാക്ഷിക്കണമെന്നുമുള്ള इस सोच के ആഗ്രഹം ജനിക്കത്തക്ക വിധം വികാരാതീതരാവുന്നില്ല. ഈയൊരു ചിന്ത ഇല്ലാതിരിക്കാനുള്ള ഒരു വലിയ കാരണം हमारे ओहदेदारान ജമാഅത്ത് അംഗങ്ങളുടെ മുന്നിൽ अफराद जमात के सामने ദൈവപ്രീതി ആർജിക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ മുറബ്ബിമാരും നമ്മുടെ ഭാരവാഹികളും താന്താങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് നിരന്തരം പരാമർശം നടത്തുന്നില്ല, അല്ലെങ്കിൽ വേണ്ടവിധം പരാമർശിക്കുന്നില്ല, അല്ലെങ്കിൽ അവരിലേക്ക് ശ്രദ്ധയാകർഷിക്കും വിധം അവരുടെ മാതൃകയുണ്ടാവില്ല. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെയും की नुसरत और निशानात അങ്ങയുടെ സഹാബാക്കളെയും നിരന്തരം പരാമർശിച്ച് ആ മഹാത്മാക്കൾക്കുണ്ടായ ദൃഷ്ടാന്തങ്ങളുടെയും സഹായത്തിന്റെയും സംഭവങ്ങൾ ശക്തമായി ആവർത്തിച്ച് പറയപ്പെടുന്നില്ല. बात को किसी അള്ളാഹു തന്റെ ഗുണഗണങ്ങൾ ചില പ്രത്യേക കാലത്തിനോ ചില പ്രത്യേക വ്യക്തികളിലോ പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നും, മറിച്ച് എന്നും അള്ളാഹുവിന്റെ സിഫത്തുകൾ के तरीके बताए जाएं, പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും ബോധ്യപ്പെടുത്തുന്നില്ല. इस्लाम से നിരന്തരം പരാമർശിക്കപ്പെടുകയാണെങ്കിൽ, ഈ ബന്ധം സ്ഥാപിക്കാനുള്ള മാർഗം പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ, അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ചെയ്ത വാഗ്ദാനങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ, कि खुदा ताला ने हमारी അള്ളാഹു നമ്മുടെ ദ്വാ എന്തുകൊണ്ട് സ്വീകരിച്ചിട്ടില്ല എന്ന ചോദ്യം കുട്ടികളിലും യുവാക്കളിലും ഉണ്ടാവുകയില്ല. फिर दुआ की कबूलियत के फलसफे അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമാക്കേണ്ടതുണ്ട് എങ്കിൽ ദ്വാ സ്വീകാര്യതയുടെ തത്വവും മനസ്സിലാവുന്നതാണ്, बस ദൃഷ്ടാന്തങ്ങളും പ്രകടമാകുന്നതാണ്. तौर पर बताने की जरूरत है ഇക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ कि गुलाम सादिक യഥാർത്ഥ ദാസനുമായി ചേർന്നുകൊണ്ട് മാത്രമേ അള്ളാഹുവുമായിട്ടുള്ള സാമീപ്യം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊടുക്കേണ്ടതാണ്. हज़रत मसीह मौद अलैहिस्सलाम ദൃഷ്ടാന്തങ്ങൾ ज़ात या ज़माने तक मौजूद ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തേക്ക് മാത്രം പ്രത്യേകപ്പെടുത്തുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലായിരുന്നു. अपनी तमाम तर कुदरतों के മറിച്ച് ഇപ്പോഴും അള്ളാഹു സകല ശക്തി പ്രഭാവത്തോടും കൂടി अल्लाह ताला का തന്നെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. हमारी जमात में നന്ദിയാർജിക്കാനുള്ള ആവേശം, ദൈവസാമീപ്യം കരസ്ഥമാക്കാനുള്ള ആവേശം നമ്മുടെ ജമാഅത്തിൽ സർവ്വസാധാരണമായാൽ തിന്മയെ വലിയ തോതിൽ ഉപേക്ഷിക്കുന്ന വലിയൊരു വിഭാഗം തന്നെ രൂപം കൊള്ളുന്നതായിരിക്കും. मुकम्मल तौर पर मिटाना तो मुश्किल काम है। തിന്മയെ പൂർണ്ണമായും വിഭാടനം ചെയ്യുക എന്നത് അത്യന്തം ദുഷ്കരമാണ്. हद तक गुनाह पर ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. अक्सर हिस्सा जमात का എന്നാൽ ഒരു വലിയ പരിധിവരെ തിന്മയെ അതിജയിക്കാൻ സാധിക്കുന്നതാണ്. शामिल होगा, ജമാഅത്തിലെ ഒരു വലിയ ഭാഗം गालिब आ जाए। बस തിന്മയ്ക്കുമേൽ വിജയം വരിക്കുന്നവരായി തീർക്കാവുന്നതാണ്. और उमरा और ओहदेदारान को ഇതിനായി നമ്മുടെ മുറബിമാരും അമീർമാരും ഭാരവാഹികളും താങ്കളുടെ പരിധിയിൽ നിന്നുകൊണ്ട് പരിഷ്കരണ ശ്രമം നടത്തേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനെ പൂർണ്ണമായി പിൻപറ്റുന്നവർ
അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുമെന്ന് അള്ളാഹു അങ്ങയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിഷ്കരണത്തിന് ശ്രമിക്കേണ്ടതാണ്. അത്തരക്കാരുടെ അധികം ദുആകളും അള്ളാഹു കേൾക്കുന്നു. ജമാഅത്തിൽ അത്തരക്കാരുണ്ട് എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. എനിക്ക് എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരുടെ ചില സംഭവങ്ങൾ പല അവസരങ്ങളിലും സംക്ഷിപ്തമായി ഞാൻ പരാമർശിക്കാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ അനുകരണ പ്രേരിതങ്ങളാവേണ്ടതാണ്. അനുകരിക്കുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കേട്ടുകൊണ്ട് ഈ അവസ്ഥ തങ്ങളിലും ഉണ്ടാക്കിയെടുക്കുന്നതിനായി അനുകരിക്കേണ്ടതാണ്. തദ്വാര അള്ളാഹുമായ സൗഹൃദബന്ധം നിലനിൽക്കുന്നതാണ്. ഹസ്രത്ത് മസീഹുൽ ഇസ്ലാം ഒരവസരത്തിൽ പറയുകയാണ്, ലോകത്ത് എത്ര സമൂഹങ്ങളുണ്ടോ അവരിൽ ദൈവം മറുപടി പറയുന്നുവെന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല. ഞാൻ യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്നുവെന്നും അവൻ എന്റെ പ്രാർത്ഥനകൾ കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നുവെന്ന് ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഖുർആൻ സമർപ്പിച്ച ഇസ്ലാമിന്റെ ദൈവം ഒന്ന് മാത്രമാണ്, സംസാരിക്കുന്ന ദൈവം. അവൻ പറഞ്ഞു, ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഒരാൾ ഒരു കാലം വരെ സദുദ്ദേശത്തോടെയും ഹൃദയപരിശുദ്ധിയോടും കൂടി അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരിശ്രമിക്കുകയും ദുആയിൽ വ്യാപൃതനാവുകയും ചെയ്യുകയാണെങ്കിൽ അവസാനം അവരുടെ ദുആകൾക്കുള്ള മറുപടി തീർച്ചയായും നൽകപ്പെടുന്നതാണെന്ന് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇക്കാര്യങ്ങൾ നിരന്തരം ജമാഅത്തിന് മുന്നിൽ വിവരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവരിൽ ശക്തിയുണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ ജമാഅത്തിൽ ഭൂരിഭാഗം പേരിലും ഈ ശക്തി ഉണ്ടാവുന്നതാണ്. ആയിരക്കണക്കിന് തിന്മകൾക്കുമേൽ വിജയം വരിക്കും വിധം, അതിൽ നിന്നും എന്നേക്കുമായി സുരക്ഷിതരാകും വിധം അവരുടെ ഇച്ഛാശക്തി ബലപ്പെടുന്നതാണ്. ഒരിക്കലും ആടിയുലയാത്ത ഒരു ബന്ധം അള്ളാഹുവുമായി അവർക്കുണ്ടാകുന്നതാണ്. മനുഷ്യനെ തിന്മയിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ നിയോഗോദ്ദേശ്യം. അള്ളാഹുവിന്റെ പ്രീതിക്ക് എല്ലാ കാര്യത്തിലും മുൻഗണന ലഭിക്കും വിധം അള്ളാഹുവുമായി ഒരു ബന്ധം സ്ഥാപിതമാകുന്നതാണ്. ആരാധനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധികൾ കണ്ടെത്തുന്നതിന് പകരം, അല്ലെങ്കിൽ നിർബന്ധമാണെന്ന് കരുതി ധൃതിയിൽ നിർവഹിക്കുന്നതിന് പകരം, തലയിലുള്ള ഭാരം ഇറക്കിവെക്കുന്ന രീതിയിൽ ഇറക്കിവെക്കുന്നതിന് പകരം ഒരു അഭിനിവേശം രൂപപ്പെടേണ്ടതാണ്. അഹമ്മദിയത്ത് ജനങ്ങളിൽ കർമ്മപരമായ എന്ത് പരിവർത്തനമാണ് ഉണ്ടാക്കിയത് എന്നതിന് ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നതാണ്. കിർഗിസ്ഥാനിലെ നമ്മുടെ മുമ്പിൽ എഴുതുന്നു, പ്രായം ചെന്ന ഒരു അഹമ്മദി ആയ ബഹുമാനി ഉമർ സാഹിബ് 2002 ജൂൺ 10 ഇദ്ദേഹം ബയത്ത് ചെയ്തത്. 58 വയസ്സ് പ്രായമാണ്. ജന്മനാ മുസ്ലിമായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അനുഭാവിയായിരുന്നു. ബയത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വൈകാരികത അദ്ദേഹം ഇപ്രകാരം വിവരിക്കുന്നു. പറയുന്നു, ബയത്തിനു വേണ്ടി കത്തെഴുതിയ ദിവസം എന്റെ ജീവിതത്തിലെ സ്മരണീയമായ ഒരു സുദിനമായിരുന്നു. ആ ദിവസത്തെ ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു പുനർജന്മമായി കരുതുന്നു. എഴുതുന്നു, ഇതിനു മുമ്പ് ഞാൻ എല്ലാ ദീനി ജമാത്തുകളുടെയും അടുത്ത് പോയി. എന്നാൽ എന്റെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ബയ്യത്തിനു ശേഷം എന്റെ ജീവിതത്തിൽ ശരിയായ ആത്മീയ വിപ്ലവം സംജാതമാവുകയുണ്ടായി എന്നതാണ് അതിന് വലിയ കാരണമായതെന്ന് അദ്ദേഹം പറയുന്നു. ബയ്യത്തിനു മുമ്പ് നമസ്കാരം എനിക്ക് തീർത്തും അജ്ഞാതമായിരുന്നു. എന്നാൽ ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 5 നേര നമസ്കാരം എന്റെ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമായിരിക്കുകയാണ്. തഹജ്ജുദിൽ വീഴ്ച വരുത്തുക എന്നത് ദുഷ്കരവും സത്യമന്വേഷിച്ച് മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചാൽ അവന് തീർച്ചയായും ലക്ഷ്യം കണ്ടെത്താൻ കഴിയുമെന്നുള്ള ദൃഢവിശ്വാസവും ഇന്നെനിക്കുണ്ട്. ആ ലക്ഷ്യത്തിലെത്തിയാൽ മാത്രമേ
അവന്റെ യഥാർത്ഥ ആത്മീയ ശിക്ഷണം സാധ്യമാവുകയുള്ളൂ, അവന് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഈ സമയമാണ് യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയശാന്തിയുടെ സമയം. ഈയൊരു വിപ്ലവമാണ് പുതുതായി വന്ന ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷെരീഫ് കോക്കോസ് സാഹിബ് ആഫ്രിക്കയിലെ അദ്ദേഹം എഴുതുന്നു, ഇദ്രീസ് സാഹിബ് ആർമിയിൽ ലഫ്റ്റനന്റ് പദവിയിൽ ഉള്ള ആളാണ്. 2013 ഇദ്ദേഹം ബയത്ത് ചെയ്തു. താൻ അഹമ്മദിയത്ത് സ്വീകരിച്ച സംഭവം അദ്ദേഹം വിവരിക്കുന്നു. എന്റെ ജനനം മുസ്ലിങ്ങളുടെ പെരുന്നാൾ ദിവസമായിരുന്നു. മുശ്രിക്കായ എന്റെ പിതാവ് വളർത്തുമ്മയോട് ഇവന് മുസ്ലിം പേർ നൽകുക എന്ന് പറഞ്ഞു. ആഫ്രിക്കയിൽ ഏത് ദിവസമാണോ ജനിക്കുന്നത് ആ ദിവസവുമായി ബന്ധപ്പെട്ട പേര് വെക്കുന്ന രീതിയുണ്ട്. ചില പ്രത്യേകതകൾ കാരണം ചില പേരുകൾ വെക്കുന്നു. എഴുതുന്നു, പെരുന്നാൾ ദിവസം ഞാൻ ജനിച്ചു. എന്റെ പിതാവ് മുശ്രിക്കായിരുന്നു. അന്ന് മുസ്ലിങ്ങളുടെ പെരുന്നാളായതിനാൽ മുസ്ലിം പേർ വെക്കാൻ എന്റെ പിതാവ് കൽപ്പിച്ചു. ഇവനെ നമുക്ക് മുസ്ലിമാക്കാമെന്നും പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഇവൻ പെരുന്നാൾ ദിവസമാണ് ജനിച്ചത്. പറയുന്നു, ചെറുപ്പകാലത്ത് കുറച്ചുനാൾ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം ജുമാ കഴിഞ്ഞ് മടങ്ങുമ്പോൾ മുറിവ് പറ്റി. ദൈവത്തെ ആരാധിച്ചതിനു ശേഷവും എനിക്ക് മുറിവ് പറ്റിയല്ലോ എന്ന് കരുതി ആരാധന ഉപേക്ഷിച്ച് ഞാൻ ക്രിസ്ത്യാനിയായി. അങ്ങനെ ഇസ്ലാം ഉപേക്ഷിച്ച് ഞാൻ ക്രിസ്ത്യാനിയായി. ചിലപ്പോൾ ഒരു ചർച്ചിൽ പോകും, മറ്റു ചിലപ്പോൾ മറ്റു ചർച്ചിൽ പോകും. ക്രിസ്തുമതത്തിലും ഞാൻ അവാന്തര വിഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എന്റെ പ്രശ്നങ്ങൾ അധികരിച്ചു വന്നു. ഭാര്യയോടും കലഹമുണ്ടായി, സമാധാനം നഷ്ടപ്പെട്ടു, എപ്പോഴും അസ്വസ്ഥനായി തീർന്നു. എന്റെ മാതാപിതാക്കളും മുതിർന്നവരും എന്റെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഒരുപാട് യോഗങ്ങളും ചർച്ചകളും നടന്നു. രഞ്ജിപ്പുണ്ടാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നു. എന്നാൽ സകലതും നിഷ്പ്രയോജനമായി. ഈ അവസരത്തിൽ ജമാഅത്തിലെ ദായിലല്ലായ മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തെ കാണുകയുണ്ടായി. എന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ കുറിപ്പടികളും നീ പരീക്ഷിച്ചു നോക്കി. മുസ്ലിമായി, ക്രിസ്ത്യാനിയായി, പ്രശ്നങ്ങൾ അധികരിച്ചു വരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. വീടിന്റെ പരിധിയിലും രഞ്ജിപ്പിനുള്ള ശ്രമം നടന്നു. ഗ്രാമസഭയിലും പരിഹരിക്കാൻ ശ്രമം നടന്നു. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. ഇനി ഞാനൊരു കുറിപ്പടി നിനക്ക് പറഞ്ഞു തരാം. ഈ കുറിപ്പടി പരീക്ഷിച്ചു നോക്കുക. ഇതിന് എന്ത് ഫലമാണ് ഉണ്ടാവുന്നതെന്ന് നോക്കുക. അത് ദുആ ചെയ്യലാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ മതത്തിൽ സത്യതയ്ക്കുള്ള തെളിവ് ഇതിൽ വിശ്വസിക്കുന്നവരുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നീയും നിനക്കായി ദുആ ചെയ്യുക. അള്ളാഹു നിന്റെയും നിന്റെ ഭാര്യയുടെയും ഇടയിൽ രഞ്ജിപ്പും സൽപെരുമാറ്റവും ഉണ്ടാക്കാനായി ഞാനും ദുആ ചെയ്യുന്നതാണ്. നീ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതാണ്. ഞാനും നിനക്കായി ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ ഓർത്തുകൊള്ളുക, ഇത് ഞങ്ങളുടെ ഇമാമിന്റെ സത്യതയ്ക്കുള്ള തെളിവായിരിക്കും. അങ്ങനെ ഒരുപാട് ദിവസം ഇദ്ദേഹം ദുആ ചെയ്യുകയുണ്ടായി. ഈ ദുആയുടെ ഫലമായി എന്റെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ തുടങ്ങി. ഭാര്യയുമായി രഞ്ജിപ്പുണ്ടായി. അദ്ദേഹം പറയുന്നു, ദൈവത്തെ ലഭ്യമാകാനുള്ള ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം ഇതുതന്നെയാണ്. ദുആകൾ സ്വീകരിക്കപ്പെടുന്നു. ഇപ്പോൾ എന്റെ അവസ്ഥ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. കാലത്തിന്റെ ഇമാം ഹസ്രത്ത് മസീഹുൽ ഇസ്ലാമിന്റെ സത്യതയ്ക്കുള്ള തെളിവാണ്. അങ്ങയെ വിശ്വസിക്കുന്നതിലാണ് രക്ഷയുള്ളത്. ഇതൊരു പുതിയ അഹമ്മദിയാണ്. തങ്ങളെ പഴയ അഹമ്മദി കുടുംബങ്ങളുമായി ബന്ധിപ്പിക്കുന്നവർക്കും ഇതിൽ വലിയ പാഠമുണ്ട്. എന്നാൽ അവരുടെ വീടുകൾ അസ്വസ്ഥമാണ്. ചില വീടുകൾ അസ്വസ്ഥത കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചില കത്തുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഭർത്താവ് ഭാര്യയോടുള്ള കടമകൾ നിറവേറ്റുന്നില്ല. ഭാര്യ ഭർത്താവിനോടുള്ള കടമകളും നിറവേറ്റുന്നില്ല. ഈമാനിൽ ദൃഢതയുണ്ടാക്കി കർമ്മപരമായ പരിഷ്കരണത്തിന് ശ്രമിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനു മുമ്പിൽ കുനിയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ സ്വയമേവ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. ഈയൊരു രീതി എല്ലാവരും പരീക്ഷിച്ചു നോക്കേണ്ടതാണ്. തങ്ങളുടെ തൻ പ്രമാണിത്വം വിട്ടുകൊണ്ട് അവർ ഇന്നത് പറഞ്ഞാൽ ഞാൻ ഇന്നത് പറയും, അവർ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും എന്ന് മുമ്പേ തന്നെ
തീരുമാനിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഉപേക്ഷിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് സഹായം തേടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അള്ളാഹു യഥാർത്ഥ മാർഗം കാണിച്ചു തരികയുള്ളൂ. ഹസ്രത്ത് മസീഹ് ഇസ്ലാം മുഖേന ദൈവസഹായത്തിന്റെ ദൃശ്യങ്ങൾ അള്ളാഹു ഇക്കാലത്തും നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സംബന്ധമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഘാനയിലെ ടേച്ചിമാൻ, നമ്മുടെ സർക്കിൾ മിഷണറി കോറാബൂറ, അദ്ദേഹത്തിന്റെ ഗ്രാമമാണ്. അവിടുത്തെ ഒരു പുതിയ അഹമ്മദി ചീപ്രീല സാഹിബ് എന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഇത് കൃഷിയിറക്കുന്ന കാലമാണ്. അമുസ്ലിം ബിംബാരാധകരായ എന്റെ ഗ്രാമക്കാർ എന്റെ അടുത്ത് വന്ന് ജാം കൃഷി, അത് ആഫ്രിക്കയിലുള്ളൊരു വിളവാണ്, അവരത് ഭക്ഷിക്കുന്നു. ഇവിടെയുമുണ്ടിത്. ബിംബങ്ങളുടെ അനുഗ്രഹത്താൽ നല്ല വിളവുണ്ടാകുന്നതിന് നേർച്ച നൽകാൻ പറഞ്ഞു. മൂല്യം പറയുന്നു, ബിംബങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക, പിതാവിനെയും അകറ്റി നിർത്തുക എന്ന് ഞാൻ പറയുകയും അദ്ദേഹത്തെ ഇസ്തിഹാറയുടെ ദ്വാ പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിളവെടുപ്പിന്റെ അവസരത്തിൽ ഈ വാവിന് നല്ല വിളവ് ലഭിച്ചു. പിതാവിനെ അപേക്ഷിച്ച് അയാൾക്ക് അധികവും നല്ലതുമായ വിളവ് ലഭിച്ചു. പിതാവ് മുശ്രിക്കായിരുന്നു. അയാളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന് കൂടുതൽ വിളവ് ലഭിച്ചു. ഈ അടയാളം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് തന്റെ മകന്റെ ദൈവം സത്യദൈവമാണെന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന സകല ബിംബങ്ങളും അഗ്നിക്കിരയാക്കി. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനെ വിശ്വസിച്ചുകൊണ്ട് പുതിയ അഹമ്മദികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈമാന്റെ ദൃഢതയാണിത്. കെനിയൽ സ്റ്റേറ്റിലെ നമ്മുടെ മുബല്ലി സാഹിബ് എഴുതുന്നു, അഹമ്മദത്തിന്റെ എതിരാളികൾ പള്ളിയുടെ ചുറ്റുവട്ടത്തുമുണ്ടായിരുന്നു. ഒരാൾ അദ്ദേഹത്തിന്റെ പള്ളിയുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിൽ എങ്ങനെയോ കയറിപ്പറ്റി. യഥാർത്ഥത്തിൽ അയാൾ അവിടുത്തെ ഒരു മുൻ ജീവനക്കാരനായിരുന്നു. അവിടെ വരാറുണ്ടായിരുന്നു. ചില പ്രശ്നങ്ങൾ കാരണം അയാളെ പിരിച്ചുവിടുകയുണ്ടായി. അയാൾ ഓഫീസിൽ എങ്ങനെയോ കയറിപ്പറ്റി അതിന്റെ സീലിംഗിൽ നിരോധിക്കപ്പെട്ട ലഹരി വെക്കുകയുണ്ടായി. എന്നിട്ട് ഇവിടെ അഹമ്മദി മുബല്ലിഗുണ്ട്, ഇസ്ലാമിന്റെ തബ്ലീഗിന്റെ മറവിൽ ഇയാൾ ഡ്രഗ്സിന്റെ കച്ചവടം നടത്തുകയാണെന്ന് പോലീസിന് വിവരം നൽകി. പോലീസ് നടപടി സ്വീകരിച്ച് ഓഫീസിൽ തിരച്ചിൽ നടത്തിയപ്പോൾ അയാൾ പറഞ്ഞ പ്രകാരം സീലിംഗിന്റെ ഭാഗത്ത് പരിശോധിച്ചപ്പോൾ ഡ്രഗ്സ് ലഭിക്കുകയുണ്ടായി. ഏതോ എതിരാളി ഒപ്പിച്ച പണിയാണിതെന്ന് പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ ഞങ്ങളുടെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പോലീസ് മുബല്ലിഗിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ലോക്കപ്പിൽ അടച്ചു. അടുത്ത ദിവസം കേസ് കോടതിയിൽ സമർപ്പിച്ചു. അപ്പോൾ ജഡ്ജ് തീയതി നീട്ടി. അപ്പോൾ ഇവിടെ എന്നെയും അവർ അറിയിച്ചു. അവർക്ക് ഞാൻ ദുആയിലൂടെ മറുപടി നൽകി. രണ്ടാമത് വിചാരണക്കായി ഹാജരാക്കപ്പെട്ടു. അദ്ദേഹം പറയുന്നു, ഞാൻ കോടതിയിൽ വിചാരണക്കായി ജഡ്ജിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജഡ്ജ് സസൂക്ഷ്മം എന്നെ നിരീക്ഷിക്കുമായിരുന്നു. പിന്നെ ജെന്റിൽമാൻ സിറ്റ് ഡൌൺ എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തുമായിരുന്നു. പിന്നെ വക്കീൽമാർക്ക് ഡേറ്റ് നീട്ടി നൽകുമായിരുന്നു. പറയുന്നു, കോടതിയിൽ ഹാജരാകേണ്ടതിന് 2 ദിവസം മുമ്പ് സുബൈ നമസ്കാരത്തിന് ശേഷം ആശങ്കയോടെ ഒരുപാട് ദുആ ചെയ്യുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തപ്പോൾ ഖുർആനിൽ നിന്ന് കാര്യം നോക്കാമെന്ന് നോക്കി. അങ്ങനെ ഖുർആൻ തുറന്നാൽ ഏത് വാക്കാണോ ശ്രദ്ധയിൽപ്പെടുന്നത് അതിലെന്തെങ്കിലും സന്ദേശമുണ്ടാവുമെന്ന് കരുതി ഖുർആൻ തുറന്നു നോക്കിയപ്പോൾ ഈ ആയത്ത് കണ്ടു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഈ ആയത്തിലാണ് ദൃഷ്ടി പതിഞ്ഞത്. ഇത് മുഖേന മനസ്സിന് ആശ്വാസമായി. ഇത് നല്ല സന്ദേശമാണ്. കുറച്ചു കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ കത്ത് വാങ്ങാൻ പോയപ്പോൾ അപ്പോൾ ഹുസൂറിന്റെ കത്തും അദ്ദേഹത്തിന് വന്നിരുന്നു. അള്ളാഹു താങ്കളെ എല്ലാ ഷർറിൽ നിന്നും രക്ഷിക്കട്ടെ, സുരക്ഷിതനാക്കട്ടെ,
കപടന്മാരുടെ ഗൂഢാലോചനകൾ പരാജയപ്പെടുത്തട്ടെ, ജമാഅത്തിനെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ, കൂടുതൽ അഭിവൃദ്ധി നൽകട്ടെ എന്ന് അതിൽ ഞാൻ എഴുതിയിരുന്നു. ഈ കത്ത് വായിച്ചതിനും അത് കണ്ടതിനു ശേഷം അള്ളാഹു തീർച്ചയായും അനുഗ്രഹിക്കുന്നതാണെന്ന വിശ്വാസം എന്റെ ഹൃദയത്തിൽ ആണിയെപ്പോലെ തറയുകയുണ്ടായി. അള്ളാഹു അനുഗ്രഹിക്കുന്നതാണെന്നുള്ള സുവാർത്ത ചില സഹോദരന്മാരെയും ഞാൻ അറിയിച്ചു. പറയുന്നു, ഞാൻ കോടതിയിൽ ഹാജരായപ്പോൾ പഴയ പോലെ ജഡ്ജ് എന്നെ ഇരുത്തുകയുണ്ടായി. വക്കീലന്മാരോട് സംസാരിച്ചതിനു ശേഷം എന്നോട്, നീ സ്വതന്ത്രനാണ്, നീ പോയി നിന്റെ പ്രവർത്തനം നടത്തിക്കൊള്ളുക, നിനക്കതിൽ ഒരു കേസുവുമില്ലെന്ന് പറഞ്ഞു. ഈമാൻ സുദൃഢമാണെങ്കിൽ അള്ളാഹുവിന്റെ ശക്തിയിൽ ഉറച്ച വിശ്വാസമുണ്ടായിരിക്കുന്നതാണ്. മനുഷ്യൻ കേവലം അള്ളാഹുവിലേക്ക് മാത്രം നോക്കുന്നതാണ്. അള്ളാഹു ദൃഷ്ടാന്തങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ സ്വന്തം ഈമാൻ ദൃഢപ്പെടുത്തുകയും തങ്ങളുടെ കർമ്മപരമായ അവസ്ഥ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇത് മറ്റുള്ളവർക്കും ഈമാന്റെ ദൃഢതയ്ക്കുള്ള ഹേതുവാകുന്നു. ഈ കാര്യങ്ങൾ ആർജിക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. മുമ്പ് പറഞ്ഞ കർമ്മപരമായ പരിഷ്കരണത്തിനുള്ള രണ്ടാമത്തെ കാര്യം വൈജ്ഞാനിക ശക്തിയാണ്, അല്ലെങ്കിൽ അറിവാണ്. മുമ്പ് പറഞ്ഞതാണ്, വീണ്ടും പറയുകയാണ്. ചില തെറ്റുകൾ വലുതും ചില തെറ്റുകൾ ചെറുതുമാണ് എന്ന് തെറ്റായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി മനുഷ്യൻ ചെറുതെന്ന് കരുതുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ അവരുടെ ഹൃദയത്തിലും ചിന്തയിലും അടിഞ്ഞുകൂടുന്നു. അതായത് ഇത് നിസ്സാര കാര്യമാണ്, തെറ്റേയല്ല. നിസ്സാര തെറ്റായ കാരണത്താൽ കൂടുതലൊന്നും ചോദിക്കപ്പെടുകയില്ല. മനുഷ്യൻ സ്വയം ഇങ്ങനെ ധരിച്ചു വച്ചിരിക്കും. കഴിഞ്ഞ ഖുതുബകളിൽ ഒരുപക്ഷെ 2 ആഴ്ച മുമ്പ് അസൈലം അപേക്ഷിച്ച് തങ്ങളുടെ കേസ് അംഗീകരിപ്പിക്കാൻ കളവിൽ നിന്നും ഫലമെടുക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അവരുടെ കേസ് മോശമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്വന്തം കേസ് മാത്രമല്ല മോശമാക്കുന്നത്, മറിച്ച് ജമാഅത്തിന്റെ അന്തസ്സിനു തന്നെ ഇവർ പോറലേൽപ്പിക്കുന്നു. എന്നാൽ എന്നോടൊരാൾ പറഞ്ഞു, ഖുതുബ കേട്ട് അസൈലം സംബന്ധമായി വക്കീലിന്റെ അടുക്കൽ പോയപ്പോൾ വക്കീൽ സാഹിബ് അഹമ്മദിയാണ്. അയാളും ഒരുപക്ഷെ ഖുതുബ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ ജമാഅത്തിന്റെ സേവനവും ചെയ്യുന്ന ആളാണ്. ആ വക്കീൽ അസൈലം നേടുന്ന ആളുടെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ചില തെറ്റായ കാര്യങ്ങളും അതിൽ എഴുതി ചേർത്തു. കേസ് ജയിക്കണമെങ്കിൽ ഇതൊക്കെ എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞു. യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമായിരുന്നു അവ. കേസ് കൊടുക്കുന്നയാളിനോട് ഇത് കൂടാതെ നിങ്ങളുടെ കേസ് നിലനിൽക്കുകയില്ലെന്നും നിനക്ക് ഒന്നും കിട്ടുകയില്ലെന്നും തെറ്റായ വിവരണങ്ങൾ നൽകേണ്ടത് അതുകൊണ്ട് ആവശ്യമാണെന്നും പറഞ്ഞു. എന്നാൽ തെറ്റായ പരാമർശമോ കളവോ ഒരിക്കലും പറയരുതെന്ന് ഞാൻ സ്പഷ്ടമായി പറഞ്ഞിരുന്നതാണ്. അഹമ്മദികളുടെ മേൽ അക്രമസംഭവങ്ങൾ ഇത്ര പ്രകടവും സ്പഷ്ടവുമാണ്, ലോകത്തിനുമറിയാം. ഇതിനായി ഏതെങ്കിലും വക്കീലിന്റെ കൗശലത്തിന്റെയോ കളവിന്റെയോ ആവശ്യം തന്നെയില്ല. അതിനാൽ മുറബിമാരും ഭാരവാഹികളും കളവിൽ നിന്നും രക്ഷപ്പെടാൻ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഏതു തിന്മയും ചെറുതും വലുതുമല്ല എന്ന കാര്യം നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതായി വരും. തെറ്റ് തന്നെയാണ്. ഇതിൽ നിന്നും നാം രക്ഷപ്പെടേണ്ടതാണ്. എല്ലാ കളവും കളവ് തന്നെയാണ്. കളവിന്റെ ഷിർക്കിൽ നിന്നും നാം രക്ഷ നേടേണ്ടതാണ്. അള്ളാഹുമായി നമ്മുടെ ബന്ധം സുദൃഢമാണെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ദൃഷ്ടാന്തങ്ങൾ പ്രകടമാകുന്നതാണ്. മനുഷ്യൻ അത് കാണുകയും ചെയ്യും. എന്നാൽ ഉപദേശിക്കുന്നവരും ഓർക്കേണ്ടത് അവരുടെ അവസ്ഥയും നിലവാരമുള്ളതായിരിക്കണം. തങ്ങളുടെ ഇച്ഛാശക്തി ഉയർത്താനുള്ള ശ്രമത്തിലായിരിക്കണം. കർമ്മപരമായും അവരുടെ വാക്കിലും പ്രവൃത്തിയിലും താതാത്മ്യം പുലർത്തിയിരിക്കണം. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമായവരുടെ ഗണത്തിൽ ഉൾപ്പെടരുത്.
എന്തായാലും ജമാഅത്തുകളിൽ നിരന്തരം ദർസുകളിലുമെല്ലാം തന്നെ വിശ്വാസത്തിൽ ദൃഢത വരുത്തുന്ന കർമ്മപരമായ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി വൈജ്ഞാനിക ബലഹീനത ദൂരീകരിക്കപ്പെടുന്നതിനായി ഊന്നൽ നൽകേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും താങ്കളുടെ അധികാര പരിധിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രകടമായ മാറ്റം കാണാൻ കഴിയുന്നതാണ്. ഇക്കാലത്ത് അറിവിന്റെ പേരിൽ കുട്ടികൾക്ക് സ്കൂളിൽ വിവിധ തിന്മകളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നുണ്ട്. നമ്മുടെ വ്യവസ്ഥിതി കുട്ടികളെയും യുവാക്കളെയും മുമ്പത്തേക്കാൾ ഉപരി യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മാതാപിതാക്കൾ തങ്ങളുടെ അവസ്ഥ നോക്കിക്കൊണ്ട് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ അറിവിന്റെ പേരിൽ സ്കൂളുകളിൽ നൽകപ്പെടുന്ന അറിവിന്റെ അപകടത്തെക്കുറിച്ച് തങ്ങളെ അവബോധമുള്ളവരാക്കി തീർക്കുകയും ചെയ്യേണ്ടതാണ്. തദ്വാര തങ്ങളെയും തങ്ങളുടെ കുട്ടികളെയും രക്ഷപ്പെടുത്തുന്നതിനായി ഇവിടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചില അനാവശ്യ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. നന്മയും തിന്മയും തിരിച്ചറിയുണ്ടാകുന്നതിനാണെന്നും പറയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയുകയല്ല, മറിച്ച് കുട്ടികളിൽ ഭൂരിപക്ഷത്തിന്റെയും ചെറുപ്രായത്തിൽ തന്നെ തെറ്റായ ചിന്ത വെച്ചുപുലർത്തുന്ന രീതിയിലായിത്തീരുന്നു. അവരുടെ മാതാപിതാക്കളുടെ മാതൃക അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിലുമുള്ള മാതൃകകൾ മോശമായത് കൂടുതലും നല്ലത് കുറവുമായിരിക്കും. ആയതിനാൽ മുബല്ലിമാരും ഭാരവാഹികളും ശാഖാ സംഘടനയുടെ ഭാരവാഹികളും മാതാപിതാക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കേണ്ടതായി വരും. തെറ്റായ അറിവിനു പകരം ശരിയായ അറിവ് നേടാനുള്ള സംവിധാനമൊരുക്കുക. സ്കൂളിലെ രീതിയെ നമുക്ക് തടയാൻ കഴിയില്ല, അവിടെ നമുക്ക് ഇടപെടാനും കഴിയില്ല. എന്നാൽ ദുഷിച്ചതും നിർലജ്ജവുമായ അതിന്റെ വ്യത്യാസം പറഞ്ഞുകൊടുത്തുകൊണ്ട് കുട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തങ്ങളുടെ കർമ്മപരമായ മാതൃക കാട്ടിക്കൊണ്ട് ചുറ്റുപാടിന്റെ ദുഷ്പ്രഭാവത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല നിലയിൽ നിറവേറ്റാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമസ്കാരത്തിന് ശേഷം 2 ജനാസ ഗായബ് നമസ്കാരം ഞാൻ നിർവഹിക്കുന്നതാണ്. ഒന്ന് ബഹുമാന്യ നവാബ് ബീവി സാഹിബിയുടേതാണ്. ഇവർ ഹാഫിസാബാദിലെ മാങ്കോടുച്ച നിവാസിയായിരുന്നു. ഗയാനയിലെ നമ്മുടെ മുബല്ലി ഇസാനുള്ള സാഹിബ് മാങ്കഡ് സാഹിബിന്റെ മാതാവായിരുന്നു. ജനുവരി 19, 2014 വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ പിതാവിന്റെ കുടുംബം അജിയാംവാല ഷേഖപുര ജില്ലയിൽ നിന്നാണ്. മാതാവിന്റെ കുടുംബം ഹാഫിസാബാദ് ജില്ലയിലെ മാങ്കോടുച്ചയിൽ നിന്നാണ്. ഇവർ ഹസരത്ത് നാസറുദ്ദീൻ മാങ്കഡ് സാഹിബ് മുസ്ലിം ഇസ്ലാമിന്റെ സഹാബി യുടെ ദൗഹത്രി പുത്രിയായിരുന്നു. ലോലഹൃദയവും അതിഥി സൽക്കാരപ്രിയയും ദരിദ്രരെ സേവിക്കുന്നവരും ആത്മാർത്ഥതയുള്ള നല്ല സ്ത്രീയായിരുന്നു. ഗ്രാമത്തിലെ അഹമ്മദികളും അനഹമ്മദികളും ഇവരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. മുറബിമാരോടും വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടും പെരുമാറുമായിരുന്നു. ഖിലാഫത്തുമായി ശക്തമായ ബന്ധമുണ്ടായിരുന്നു. ഖിലാഫത്തിനെ കുറിച്ച് പല പഞ്ചാബി കവിതകളും ഇവർ രചിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവർക്ക് 3 ആൺമക്കളും 3 പെൺമക്കളുമുണ്ട്. ഗയാനയിലെ മുബല്ലി ഇൻചാർജായ ഇസാനുള്ള മാങ്കഡ് സാഹിബിന്റെ മാതാവാണ്. രാജ്യത്തിന് പുറത്തായ കാരണത്താൽ അദ്ദേഹത്തിന് മാതാവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമയും ധൈര്യവും പ്രദാനം ചെയ്യട്ടെ. പരേതയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹുമാന്യ ഷെയ്ഖ് അബ്ദുൾ റഷീദ് ശർമ്മ സാഹിബിന്റേതാണ്. ഷിക്കാർപൂർ സിന്ധ് നിവാസി. ജനുവരി 16, 2014 90-ാം വയസ്സിൽ ഇദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷെയ്ഖ് അബ്ദുറഹീം സാഹിബ് ശർമ്മ ഹസരത്ത് മുസ്ലിം ഇസ്ലാമിന്റെ സഹാബിയായ ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന മൗലവി അബ്ദുൽ കരീം സാഹിബ് ശർമ്മ സാഹിബിന്റെ സഹോദരനായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 50 വർഷത്തിലധികം ഷിക്കാർപൂർ സിന്ധിൽ നല്ല നിലയിൽ ജമാഅത്തിന് സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. വിഭജനത്തിനു മുമ്പ് കാദിയാനിൽ ഹസരത്ത് മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബിന്റെ ഫാക്ടറിയിൽ വളരെ അധ്വാനത്തോടും ആത്മാർത്ഥതയോടും കൂടി സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. പാകിസ്ഥാൻ രൂപീകരിച്ച വേളയിൽ മുസ്ലിം മൗദിന്റെ ചില പ്രത്യേക നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചു. വിഭജനത്തിന് ശേഷം ഇവിടെ കാര്യമായ
കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്റെ പിതാവ് സാഹിബ്സാദ മിർസ മൻസൂർ അഹമ്മദ് സാഹിബിന്റെ നിർദ്ദേശപ്രകാരം ഷിക്കാർപൂരിൽ ഒരു ഫാക്ടറി തുടങ്ങുകയും ചെയ്തു. അവിടെ പോയി അഹമ്മദികളെ കണ്ടെത്തി ജമാഅത്ത് രൂപീകരിച്ചു. ഇവിടുത്തെ ആദ്യത്തെ സദറും ഇദ്ദേഹം തന്നെയായിരുന്നു. തന്റെ ഫാക്ടറിയുടെ തോട്ടത്തിൽ സുന്ദരമായൊരു പള്ളി പണിയാനുള്ള ഭാഗ്യവും ഇദ്ദേഹത്തിന് ലഭിച്ചു. ഖലീഫത്തുൽ മസീഹ് റാബി ഇദ്ദേഹത്തെ സക്കർ, ഷിക്കാർപൂർ, ജേക്കബാബാദ്, റിപ്പോർട്ട് എന്നീ 4 ജില്ലകളുടെ അമീറായി നിയമിച്ചിരുന്നു. 1982 ഇദ്ദേഹത്തിന്റെ ഭാര്യ വഫാത്തായി. 31 വർഷക്കാലം ഇദ്ദേഹം അങ്ങേയറ്റം ക്ഷമയോടും ധൈര്യത്തോടും കൂടി കഴിച്ചുകൂട്ടി. ഇക്കാലയളവിൽ 1995 അങ്ങയുടെ ഒരു മകൻ ഷെയ്ഖ് മുസഫർ അഹമ്മദ് സാഹിബിനെ ഷിക്കാർപൂരിൽ ഷഹീദാക്കി. 1997 അങ്ങയുടെ മൂത്ത മകൻ മുബാറക് അഹമ്മദ് ശർമ്മ സാഹിബിനെ കലാപത്തിനിടയിൽ ഷഹീദാക്കി. എന്നാൽ അങ്ങയുടെ സ്ഥൈര്യത്തിന് ഒരു കോട്ടവും തട്ടിയില്ല. എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവനായി നിലകൊണ്ടുകൊണ്ട് വളരെ സ്ഥൈര്യമുള്ള ആളായിരുന്നു. അഹമ്മദത്തിന്റെ എതിരാളി ഒരു പ്രകടനം ഒരിക്കൽ ഷിക്കാർപൂരിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും ഫാക്ടറിയിലും ആക്രമണം നടത്തിയപ്പോൾ ഒറ്റയ്ക്ക് അദ്ദേഹം സധൈര്യം അവരെ നേരിടുന്നതിനെ പുറത്തേക്ക് വന്നു. പോലീസ് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹം മുന്നോട്ട് കുതിച്ച് പ്രകടനത്തിന് നേതൃത്വം നൽകുന്ന മൗലവിയെ പിടികൂടി. ഈ കാഴ്ച കണ്ട് മുഴുവൻ പ്രകടനക്കാരും ഓടിപ്പോയി. പോലീസുകാരും അതിശയിച്ചു പോയിരുന്നു. ഈ പ്രകടനത്തെ എങ്ങനെയാണ് താങ്കൾ ഓടിച്ചുവിട്ടതെന്ന് അവർ ചോദിക്കുമായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഇസ്ലാമാബാദിലേക്ക് താമസം മാറ്റി. ഖിലാഫത്തുമായി സുദൃഢ ബന്ധമുണ്ടായിരുന്നു. സാമ്പത്തിക ത്യാഗത്തിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. മഹാത്മാക്കളുടെ പേരിലും കൃത്യമായി ചന്ത നൽകുമായിരുന്നു. പാകിസ്ഥാനിലെ പല പള്ളി നിർമ്മാണത്തിലും വലിയ സാമ്പത്തിക ത്യാഗം ചെയ്തു. മൂസിയായിരുന്നു. മുഴുവൻ വർഷത്തെയും ഹിസ്സ ആമത് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നൽകുമായിരുന്നു. ഇദ്ദേഹത്തിന് 5 ആൺമക്കളും 5 പെൺമക്കളും ഉണ്ടായിരുന്നു. ഒരു മകൾ നൈജീരിയയിൽ ഡോക്ടറായ മലിക് മുസഫർ സാഹിബിന്റെ വാഖിഫെ സിന്ദഗി, അദ്ദേഹത്തിന്റെ ഭാര്യ ഫൗസിയ സാഹിബ, ഇവരും വാഖിഫെ സിന്ദഗിയാണ്. ഇവർ രണ്ടുപേരും ഡോക്ടറാണ്. ഡോക്ടർ ലൈക്ക സാഹിബയും അവരുടെ ഭർത്താവും നൈജീരിയയിൽ സേവനം ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ പേരമകൻ മുക്കറം സുഹേൽ മുബാറക് ശർമ്മ സാഹിബ് മുറബി സിൽസില ഇപ്പോൾ സദർ മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ പാകിസ്ഥാനെ സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും തലമുറകൾക്കും നല്ല നിലയിൽ തങ്ങളുടെ മഹാത്മാക്കളുടെ കാലടികളെ പിന്തുടരാനുള്ള സൌഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജമാഅത്തുമായുള്ള ഈ കൂറിന്റെ ബന്ധം നിലനിർത്താനുള്ള സൌഭാഗ്യവും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.